പീഡിതൻ്റെ പ്രാർത്ഥന, ആ പീഡനം എന്ത് തന്നെ ആവാം. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, ഇന്ന് പരീക്ഷ തോറ്റുപോയ ഒരാളായിരിക്കാം, ഒരു ഇൻ്റർവ്യൂ ഇപ്രാവശ്യവും കിട്ടാതെ പോയ ഒരാളായിരിക്കാം, വിസ വരുമെന്ന് കരുതി കാത്തിരുന്ന ഒരാളായിരിക്കും, ഇന്നും വന്നിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ട ഒരാൾ ഇന്നെങ്കിലും വിളിക്കുമെന്ന് കരുതിയിരിക്കുന്ന ഒരാളായിരിക്കാം. പീഡനം പലതരത്തിലാണ്. എവരിവൺ ഹാസ് ദെയർ ഓൺ പെയിൻ. 102 സംഗീതത്തിൽ അതിൻ്റെ 7ാമത്തെ വാക്യം, ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു, പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ. ഒറ്റയ്ക്കായി പോകുന്ന ഒരു വല്ലാത്ത മൊമെൻറ്റ്. ഉറക്കം കിട്ടാത്ത പുരമുകളിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പക്ഷി നിങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ഉണ്ടാവാം. അത് അവരോടൊന്ന് പറഞ്ഞു നോക്കിക്കുന്നത്, എഴുന്നേൽപ്പിക്കാൻ പറ്റും. പ്ലീസ് ഹെൽപ്പ് ദം വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. അവർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എല്ലാ ആവലാതിയും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഈശോയുടെ ഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾക്കുമുണ്ട് സ്പേസ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കും ആ വലിയൊരു സ്പേസ് ഉണ്ട്. അത് മറന്നു കളഞ്ഞേക്കല്ലേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറക്കരുതേ, അങ്ങെനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് വേഗം ഉത്തരം തരണമേ. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു, കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. ഈ സങ്കടം അത്രയും വലുത്. യു ഡോണ്ട് നോ ദർ പെയിൻ. അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം. അതിനുള്ള വലിയ കാര്യമായി ഈ 102 സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ഹൃദയം അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് തുറന്നു കൊടുക്കുക.